ഭദ്രകാളി ഭൂജാതയായത് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നാണെന്ന് ഐതിഹ്യം. കാളിയുടെ ജന്മത്തിനിടെയായ കഥ ദാരികനുമായി ബന്ധപ്പെട്ടതാണ്. ദാരികൻ മഹാക്രൂരനും ശക്തനുമായ ഒരു അസുരനായിരുന്നു. ഒരുപാടുകാലം ബ്രാഹ്മാവിനെ തപസ്സു ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി. ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു വരം. വരം ലഭിച്ച അസുരൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി. താനാണ് ഏറ്റവും ശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ദേവന്മാരെയും മഹാമുനിമാരെയും വേദനിപ്പിക്കാനും അപഹസിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി. എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായി മാറി ദാരികൻ. രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. പരമേശ്വരൻ തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തിസ്വരൂപിണിയെ സൃഷ്ടിച്ചു. ചോരക്കൊതി പൂണ്ട ഭീകരമൂർത്തിയായ ഭദ്രകാളി അസുരനെ വധിക്കാൻ 18 ആയുധം മഹാദേവനിൽ നിന്നും വാങ്ങുന്നു. വാഹനമായി ആദി കൈലാസ വേതാളത്തെയും ലഭിച്ചു. കാളിയും അസുരനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. 7 രാവും പകലും നീണ്ട യുദ്ധം. ദാരികനെ എവിടെ വെച്ച് കൊല്ലണമെന്ന് കാളി ചിന്തിച്ചു. മേൽലോകത്ത് വെച്ചെറുത്താൽ നക്ഷത്രാദികളുടെ ബലം കുറയും. ഭൂമിയിൽ വെച്ചെറുത്താൽ ഭൂമിദേവിയുടെ ബലം കുറയും. ഒടുവിൽ 8-ാം ദിവസം ത്രിസന്ധ്യാനേരത്ത് വേതാളത്തിന്റെ നാവിന്മേൽ വെച്ച് കരം കൊണ്ട് കീറി കാളി ദാരികന്റെ രക്തം കുടിച്ചു. പച്ചയിറച്ചി ഭൂതഗണങ്ങൾക്കു നൽകി. ദാരികന്റെ തല പിതാവിന് കാഴ്ചവെച്ചു. ദാരികവധം കഴിഞ്ഞിട്ടും കാളിയുടെ കലി അടങ്ങിയില്ലത്രേ. പരമേശ്വരൻ കാളിയെ ശാന്തയാക്കി ഭൂമിയിലേക്ക് പറഞ്ഞേച്ചുവെന്നാണ് ഐതിഹ്യം.